ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഷാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ധാരാളം ചിക്കൻ റോസ്റ്റുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നോമ്പുതുറക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് നോമ്പിൻ്റെ കാലമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കേണ്ടി വരും, ചിക്കൻ കൊണ്ടായാലും എന്തുകൊണ്ടായാലും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നേരിയതായിട്ടൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതാണ് ഈ കളർ വരുന്നത്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ഉപ്പും പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു അര ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പല പല ചിക്കൻ റോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എല്ലാതും കൂട്ടി ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രമേ അതിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയൊക്കെ ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് അതിലേക്ക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ചെറുനാരങ്ങയും കൂടി ചേർത്ത് വെച്ചതായിരുന്നു. ഇനി നമുക്ക് അത് റോസ്റ്റ് ചെയ്യാനായിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ അതേപോലെ ഒരു ചുള വെള്ളുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. ഇനി ഇത് മൂന്നും കൂടിയിട്ട് കുറച്ചായിട്ട് ഞാൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ടില്ല, പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളും കൂടിയിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരല്പം, അതായത് ഒരു 1/4 സ്പൂണ് ഗരം മസാലയും, ഗരം മസാല മാത്രമല്ല അതിൽ ആ മസാലയിൽ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ്, ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് മുളക് പൊടിയും, അത് കാശ്മീരി മുളക് പൊടിയാണ്, നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും അല്പം വളരെ കുറച്ച് ജീരകവും, നല്ല ജീരകമാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ കറിയിലേക്കൊക്കെ അരയ്ക്കുന്നത് പെരുംജീരകമല്ല. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നമ്മുടെ ഈ പാനിലേക്ക് ഇട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇടുകയാണ്. ഇനി അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ നമ്മുടെ വെളിച്ചെണ്ണയോ അതേപോലെ വേറെ മസാലകളോ ഒന്നും ഇനി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വഴറ്റി വെച്ചിട്ടുള്ള ആ പൊടി അതേപോലെ ആ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതിലേക്ക് ആ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് നേരത്തോളം അത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, മറ്റ് വെളിച്ചെണ്ണയോ മറ്റ് മസാലകളോ ഒന്നും തന്നെ ഇടുന്നില്ല. ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഞാൻ ഒട്ടും തന്നെ പിന്നെ വെളിച്ചെണ്ണയോ അതേപോലെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇങ്ങനെ റെഡി ആയിട്ട് വന്നത്. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അതിലേക്ക് 1-2 സാധനങ്ങളും കൂടി വേണം. റോസ്റ്റാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നോക്കൂ, പച്ചമുളക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നോക്കൂ, പച്ചമുളക് കറിവേപ്പില അതേപോലെ മല്ലിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള. ഈ സവാള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഞാൻ അതിലേക്ക് അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഇടുന്നത് നമ്മുടെ ടേസ്റ്റി കൂടാനായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാനായിട്ട് ടേസ്റ്റി ചില്ലി ഫ്ലെക്സ് ആണ്.
ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, അതായത് ആ പാതി വന്നിട്ടുള്ള സവാളയും അതേപോലെ ആ പച്ച നിറത്ത് കിടക്കുന്ന ആ പച്ചമുളകും അതേപോലെ തന്നെ ആ ചില്ലി ഫ്ലെക്സും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഞാനിത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിയേഴ്സ് നോക്കൂ, നമ്മുടെ അത്രയും കൊതിയൂറുന്ന നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവില്ല, എനിക്ക് ഷുവറാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് വീട്ടിലുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ചപ്പാത്തിക്കും അതേപോലെ പൊറോട്ടയ്ക്കും അതേപോലെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത്, ദോശ ഇഡ്ഡലി എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനെല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് എന്തായാലും എന്നോട് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മൾ ഇത് വിളമ്പാൻ നേരത്ത് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് നല്ല ഇതിനെ ഒന്ന് ഭംഗിയാക്കാം. ഇത് ഭംഗിയാക്കുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.